ഒരു യുവതി മദ്യപിച്ച് മതോന്മത്തയാവുന്നു. എന്നിട്ട് ആണുങ്ങളുടെ കൂടെ ഇരുന്നാണ് മദ്യപിക്കുന്നത്. ഒരു മറ്റൊരു പുരുഷൻ്റെ കൂടെ ഇരുന്ന് ഒരുമിച്ച് മദ്യപിച്ച് ഒരുപാട് നേരം വൈകി ചിലവഴിക്കുന്നു. അതിനുശേഷം അവൾ തിരിച്ചറിയുന്നു അവൾ ബലാത്സംഗത്തിനിരയായിരുന്നു. എന്നിട്ട് കോടതിയിൽ കേസ് കൊടുക്കുന്നു, കോടതിയിലെത്തുന്നു. അങ്ങനെ കോടതി കേസെല്ലാം പരിഗണിച്ച് ഹൈക്കോടതി പറയുന്നു ബലാത്സംഗം തെറ്റ് തന്നെയാണ്, പക്ഷേ ഇത്തരമൊരു സാഹചര്യം ഒരുക്കിയതിൽ ഈ യുവതിക്കും പങ്കുണ്ട്. മദ്യപിച്ച് മതോന്മത്തയായി ഇങ്ങനെ ഇടപെട്ടത് ഒരു ബലാത്സംഗം നടത്താനുള്ള ഇൻവിറ്റേഷൻ കൂടിയായിരുന്നു എന്ന് കോടതി പറയുന്നു. കഥയല്ല, നടന്ന സംഭവമാണ്. അലഹബാദ് ഹൈക്കോടതിയാണ് അല്ലേ? അതെ. എന്താണ് രാമേന്ദ്രൻ സാറിന് തോന്നുന്നത്? ഈ സംഭവം ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നത് മാധ്യമങ്ങളിൽ ഇപ്പോൾ ഈ ജാമ്യം കൊടുത്തിരിക്കുകയാണ്. ഈ ബലാത്സംഗിക്ക് ജാമ്യം കൊടുത്തിട്ടുള്ള വിധിയിലാണ് ഈ പരാമർശങ്ങൾ. ആ ബലാത്സംഗത്തിൽ ഉത്തരവാദിത്വം ഈ യുവതിക്ക് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ജാമ്യം കൊടുക്കുന്നത്. അതൊരു ബലാത്സംഗമായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഒരു അധാർമിക പ്രവൃത്തി ആ കുട്ടി ചെയ്തതിൻ്റെ ഫലമാണ്. ധർമ്മ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേ കോടതിയിൽ നിന്ന് വേറൊരു ജഡ്ജി, ഹൈക്കോടതി, അത് സുപ്രീം കോടതി ഇടപെട്ടു. ഒരു പെൺകുട്ടിയുടെ മാറിൽ തൊടുന്നതും മറ്റേ പൈജാമയുടെ ചരടഴിക്കുന്നതൊന്നും ബലാത്സംഗമായി കാണാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു. അതിന് സുപ്രീം കോടതി ഒരു വിമർശനവും വന്നു. മുമ്പൊരിക്കൽ വേറൊരു ജഡ്ജി ഈ വസ്ത്രത്തിന് മുകളിലൂടെ സ്പർശിച്ചാൽ അതും കുറ്റകരമല്ല എന്ന് പറഞ്ഞൊരു ജഡ്ജിയെ നിർബന്ധിത പരിശീലനത്തിന് സുപ്രീം കോടതി വിട്ടിരുന്നു. അപ്പോൾ ഈ ഒരു സഹപ്രവർത്തകൻ അങ്ങനെ വിധിച്ചതിൻ്റെ പുറകെ ഇങ്ങനൊരു വിധി വന്നപ്പോൾ ഈ ജഡ്ജിക്കും കൂടി സുപ്രീം കോടതിയിൽ നിന്ന് വിമർശനം വാങ്ങിച്ചു കൊടുക്കാം എന്ന് കുറേ മാധ്യമങ്ങൾ കരുതുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെന്താ കേസ്, എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇരയാണ് പ്രശ്നത്തിന് കാരണം, ഉത്തരവാദി എന്നുള്ളതാണ് ജഡ്ജ്മെന്റിൽ വരുന്നത്. ഈ മൊത്തം അങ്ങനെ ജാമ്യ ഹർജിയിൽ അങ്ങനെ പറയുമ്പോൾ തുടർന്നുള്ള വിചാരണയിൽ പോലും അത് ദോഷകരമായി ബാധിക്കും. ഇങ്ങനെ വരും. അതാണ് പ്രശ്നം. തുടർന്നുള്ള വിചാരണയെ ബാധിക്കും, വിധിയൊക്കെ ബാധിക്കും. കാരണം ഹൈക്കോടതിയുടെ പരാമർശമാണ്. ഹൈക്കോടതി ആദ്യമേ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നത് ഉത്തരവാദി ഈ കുട്ടിയാണെന്ന്. അങ്ങനെ ഒരു പ്രശ്നം ഇതിന്റെ മെറിറ്റിലേക്ക് കയറാൻ പാടില്ല. അഭയ കേസിന്റെ വിധിയിൽ ജസ്റ്റിസ് ഹേമ ഒരു ജാമ്യ ഹർജിയിൽ ഈ CBIയുടെ അന്വേഷണത്തെ ആകെ തള്ളിക്കൊണ്ട് ചില പരാമർശങ്ങൾ നടത്തി വലിയ കൊള്ളൊക്കെ ഉണ്ടാക്കി. അതെന്തോ ഒരു പാരഗ്രാഫ് ഇത്രയെന്നോ പറയാം, 56 എന്തോ പറയാറുണ്ടത്. അപ്പോൾ ഇതിൽ മെറിറ്റ് കയറിയതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇത് ഇനി വായിക്കുമ്പോൾ അറിയാൻ പറ്റും. 2024 സെപ്റ്റംബറിലായിരുന്നു ഇത് സംബന്ധിച്ചിട്ടുള്ള FIR. ഡൽഹിയിലെ MA വിദ്യാർത്ഥിനിയാണ് ഈ പെൺകുട്ടി. അവിടെ ഡൽഹിയിൽ ഈ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന പെൺകുട്ടിയാണ്. കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബർ 21 ഹൗസ് ഖാസിൽ ഈ കുട്ടിയും കൂട്ടുകാരും കൂടി റെസ്റ്റോറൻറ്റിൽ പോയി. എന്നിട്ട് അവർ പുലർച്ചെ 3 മണി വരെ മദ്യപിച്ചു. വലിയ ബോധമൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ആയിക്കഴിഞ്ഞപ്പോൾ 3 മണി. അപ്പം ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ ഇവർക്ക് എവിടെയെങ്കിലും പോയി കിടക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ വന്നു. സ്വന്തമായുള്ള സ്ഥലത്തേക്ക് പോകാനും പറഞ്ഞുകൂടാ. അങ്ങനെ ഒരു സഹായിയായിട്ടൊരാൾ വന്നു. ഈ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം പറയാം. ഒരു ദിവസം ഞാൻ എറണാകുളത്ത് ഒരു ഊബറിൽ യാത്ര ചെയ്യായിരുന്നു. യാത്ര ചെയ്ത് ഊബർ ഡ്രൈവർ എന്നോട് പറയാണ്, പരിചയപ്പെട്ടു, ദീർഘയാത്രയാണ്, കുറച്ച് ദൂരമുണ്ട്, 10-30 കിലോമീറ്റർ അടുത്ത്, നമുക്ക് പെരുമ്പാവൂർ വരെയൊക്കെ ഊബറിൽ പോകാമല്ലോ. അങ്ങനെ യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഊബർ ഡ്രൈവറോട് പരിചയപ്പെട്ട അദ്ദേഹം പറയുകയാണ്, രാത്രി വണ്ടി ഓടിക്കാൻ പേടിയാണ്. കൊച്ചിയിൽ ഇപ്പോൾ രാത്രി ചില പെണ്ണുങ്ങൾ വണ്ടിയെ കയറിക്കഴിഞ്ഞാൽ മദ്യപിച്ച് മതോന്മത്തരായി ഒരു ബോധവും ഇല്ലാതെയാണ് വരുന്നത്. അങ്ങനെ ഒരാൾ വന്ന് എൻ്റെ വണ്ടിയിൽ കയറി അവരുടെ ഫ്ലാറ്റിൻ്റെ അവിടെ എത്തിയിട്ട് ഇറങ്ങാൻ വയ്യ. എനിക്കാണ് പിടിച്ചിറക്കാനുള്ള മടി. അവസാനം ഞാൻ ആ സെക്യൂരിറ്റിയെ വിളിച്ചു. സെക്യൂരിറ്റിക്കും മടി. അവസാനം പിന്നെ ആ ഫ്ലാറ്റിലുള്ള ആരെയൊക്കെയോ, ഫ്ലാറ്റിൻ്റെ സെക്രട്ടറിയോ ആരെയൊക്കെ രാത്രി വിളിച്ചെണീപ്പിക്കേണ്ടി വന്നു. ഇവർക്ക് ഈ സ്ത്രീയെ പിടിച്ചെണീപ്പിച്ച് ലിഫ്റ്റിൽ കയറ്റി മുറിയിൽ കൊണ്ടുപോകാൻ ഭയം. അപ്പോൾ ഈ രാത്രി വൈകി ഇത്തരം ആഘോഷങ്ങൾ കഴിഞ്ഞു എത്തുന്ന സ്ത്രീകൾ അതിനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും അരുതായിക ആ കാറിൽ വെച്ച് സംഭവിച്ചാൽ നമ്മൾ പറയാൻ പോകുന്നത് ഊബർ ഡ്രൈവർ, ഓൺലൈൻ ടാക്സി ഡ്രൈവർ യാത്രക്കാരിയെ പീഡിപ്പിച്ചു എന്നായിരിക്കും. അതായിരിക്കും, അങ്ങനെയായിരിക്കും പറയുന്നത്. അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, അവർ മദ്യപിച്ചിട്ടുണ്ട്, ബോധമൊന്നുമില്ല, എങ്കിലും
ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദ്യമുണ്ട്. ധാർമ്മികയുടെ പ്രശ്നമുണ്ട്, ലോ ആൻഡ് ഓർഡറിന്റെ പ്രശ്നമുണ്ട്, ഒക്കെയുണ്ട്. അത് അംഗീകരിക്കുന്നു. പക്ഷേ അത്തരം സാഹചര്യങ്ങളിൽ ഒഴിവാക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഏത് സമയമാണ് അസമയം എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യമാണ്. അതെ, കാരണം അത് പറയാം. അപ്പൊ ജസ്റ്റിസ് സഞ്ജയ് കുമാർ സിംഗിൻ്റെയാണ് ഈ ജാമ്യവിധി. അപ്പോൾ ഹൗസ് ഖാസിൽ ഈ കൂട്ടുകാരൻ പുലർച്ചെ 3 മണി വരെ മദ്യപിച്ചു. അത് കഴിഞ്ഞ് ഈ ഒരാൾ സഹായിക്കാൻ കൊണ്ടുപോകാമെന്നൊക്കെ ഏറ്റു. ഈ പെൺകുട്ടി പരാതിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് കരുതിയത്. പക്ഷെ അയാളുടെ വീട്ടിലേക്കല്ല കൊണ്ടുപോയത്, ഒരു സുഹൃത്തിന്റെ ഫ്ലാറ്റിലേക്കാണ് കൊണ്ടുപോയത് എന്നാണ്. അയാളുടെ വീട്ടിലേക്ക് പോയാൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഒക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റിസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അയാളുടെ വീട്ടിലേക്കല്ല, ബന്ധുവിൻ്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 തവണ ബലാത്സംഗം നടന്നതായിട്ടും ഇര പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ പറയുന്നത് വ്യാജമായിട്ടാണെന്ന് തോന്നുന്നത് തെളിവിന് വിരുദ്ധമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പോലീസിന് കിട്ടിയിട്ടുള്ള തെളിവിന് വിരുദ്ധമാണ് ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ബലാത്സംഗമായിട്ട് തോന്നുന്നില്ല, ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിട്ട് തോന്നുന്നു എന്ന് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടി എന്തിനാണ് കേസ് കൊടുത്തതെന്നുള്ള പ്രശ്നം വരും. അങ്ങനെ പറഞ്ഞു കഴിയും. അത് മുമ്പ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പലതവണ പറഞ്ഞിട്ടുണ്ട്. നല്ല സൗഹൃദമുണ്ടായിരിക്കുമ്പോൾ ഇത്തരം ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നീട് തെറ്റിക്കഴിയുമ്പോൾ അത് റേപ്പ് എന്ന് വരുന്ന പരിപാടി കൂടി ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം കേസുകളിൽ ജാമ്യം കൊടുക്കണം എന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. അതെ അതെ, സമാനമായ ചില വിധികൾ കേരള ഹൈക്കോടതിയിൽ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം കേരള ഹൈക്കോടതിയും വന്നിട്ടുണ്ട്. അപ്പോൾ പ്രതി എന്നിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, പ്രതി കോടതിയിൽ നിന്ന് ഓടിപ്പോകാനൊന്നും പറ്റില്ല, പോകുന്നില്ല. പ്രതിയുടെ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ നിയമമായിട്ട് സഹകരിക്കും. അതൊക്കെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ പേര്, പ്രതിയുടെ പേര് നിശ്ചൽ എന്നാണ്. അയാൾ ജയിലിലാണ്. ഇനിയിപ്പോൾ അയാൾക്ക് ക്രിമിനൽ ചരിത്രമൊന്നും മുമ്പില്ല. അപ്പോൾ അയാളിപ്പോൾ ജാമ്യത്തിൽ വിടും. അപ്പോൾ സർക്കാർ വക്കീലിന് വസ്തുതകളൊന്നും മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഈ ജാമ്യവിധിയിൽ പറയുന്നുണ്ട്. വസ്തുതകൾ വേറെ ഉണ്ട് എന്നാണ് ഈ ജഡ്ജി പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അത് നമുക്ക് ആ വസ്തുതകൾ എന്താന്നുള്ളത് നമുക്കറിയില്ല. ഇത്രയും ഫാക്ട്സ് ആണ്. പക്ഷെ ജഡ്ജിയുടെ മുമ്പിൽ വേറെയും കാര്യങ്ങൾ. ഒരു റേപ്പ് കേസ് അലജ് ചെയ്യുമ്പോഴത്തേക്ക് കുറെ സ്വകാര്യത ഉള്ള ഘടകങ്ങൾ ഉണ്ടാവും. അത് ഡിസ്ക്ലോസ് ചെയ്യത്തില്ല കോടതി. അപ്പൊ പ്രതിയും, എന്നിട്ട് ജഡ്ജി പറയാണ്, പ്രതിയും ഇരയും പ്രായപൂർത്തി വന്നവരാണ്. ഇര MA വിദ്യാർത്ഥിനിയാണ്. ധാർമ്മികത എന്താണെന്ന് അറിയേണ്ടതാണ്, അതിനുള്ള പ്രായമാണ്. എന്ത് തരം നടപടിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്നും അവർക്കറിയാം, അതിനുള്ള പ്രായമായി. ആരോപണം ശരിയാണെങ്കിൽ പോലും, ബലാത്സംഗമാണ് എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും വിദ്യാർത്ഥിനി അപകടം ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. അതിന് ഉത്തരവാദി ആ കുട്ടി തന്നെ. ആ ഭാഗത്താണ് ഈ തർക്കം വരുന്നത്. മറ്റേ അവിടെ സ്പർശിച്ചു, അടിവസ്ത്രത്തിന്റെ ചരട് വലിച്ചു എന്നൊക്കെ പറയുന്ന പോലത്തെ വാചകങ്ങളായോ എന്നൊരു സംശയം ഇതിലുണ്ട്. ആരോപണം ശരിയാണെങ്കിൽ പോലും വിദ്യാർത്ഥിനി അപകടം ക്ഷണിച്ചു വരുത്തി, അതിന് ഉത്തരവാദി അവൾ തന്നെ എന്ന് പറയുന്ന ഭാഗത്താണ്. അപ്പോൾ മെഡിക്കൽ പരിശോധനയിൽ കന്യാചർമ്മം പൊട്ടിയിരുന്നു ജഡ്ജി പറയുക. എന്നാൽ ഡോക്ടർ ലൈംഗികാക്രമണം ഉണ്ടായതായി പറഞ്ഞിട്ടില്ല, മറ്റു മുറിവുകളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ട്. നിശ്ചൽ ചന്ദക് എന്നാണ് പ്രതിയുടെ പേര്. അപ്പോൾ ഈ മുമ്പത്തെ വിധി മാർച്ച് 17 വന്നത്. ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്ര ചരട് കേസ്. അപ്പോൾ അതിൽ കീഴ്ക്കോടതി നിന്നുള്ള ഒരു റേപ്പ് കേസിൽ ഹാജരാകാൻ കീഴ്ക്കോടതി സമ്മൻസ് അയച്ചപ്പോൾ അതിനെതിരെ ഹൈക്കോടതിയിൽ ചെന്നപ്പോഴായിരുന്നു ആ പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷെ ആ കേസ് കുറച്ചുകൂടെ സിവിയർ ആണ്. കാരണം വെച്ചാൽ ഒരു പെൺകുട്ടിയെ ബൈക്കിൽ തട്ടിക്കൊണ്ടുപോവുക, വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസാണ്. അങ്ങനത്തെ കേസാണ്, ഇതുപോലത്തെ കേസല്ല. അതൊരു കൽവർട്ടിന്റെ ഉള്ളിലേക്ക് ആ കുട്ടിയെ അടിയിലേക്ക് തള്ളിക്കേറിട്ട് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അകത്ത് പവനും ആകാശ് എന്നും പറഞ്ഞിട്ടുള്ള 2 പേര്. അതിൽ സെക്ഷൻ 376 അപ്ലൈ ചെയ്തിരുന്നു. അതുകൊണ്ടാണ്
അടിവസ്ത്രം, അത് വിധിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അടിവസ്ത്രം വലിച്ചൂരാൻ ശ്രമിച്ചു, അതിന് നാട വലിച്ചു, കൽവർട്ടിന് താഴെ വലിച്ചഴിച്ചു. സാക്ഷികൾ കുറെ പേര് ഇത് കണ്ടു ഇങ്ങനെ സംഭവിക്കുന്ന, അതുകൊണ്ട് ഇവര് പോവുകയാണ്. എന്നിട്ട് ജഡ്ജി പറയാണ്, അതിനാൽ ഇത് ബലാത്സംഗമല്ല, ചെയ്തുള്ളൂ, ബലാത്സംഗമല്ല, അതിനാഗ്രഹം ഉണ്ടായിരുന്നെന്നും പറയാനാവില്ല എന്ന് അതിന്റെ ഖണ്ഡിക 21 അത് വിവാദമായി. അയാൾ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നുള്ളത്. ഇത് തുറച്ചു നമ്മുടെ മറ്റേ നിർഭയയുടെ കേസിന് ശേഷം വളരെ സ്ട്രിക്റ്റ് അല്ലേ ഇത്? ഒരു സ്ത്രീയെ തുറച്ചു നോക്കിയാൽ 2 മിനിറ്റോ 3 മിനിറ്റോ നോക്കിയാൽ പോലും അത് ക്രിമിനൽ ഒഫൻസ് ആണെന്നൊക്കെ പറയുന്ന നിയമമുണ്ട് നമ്മുടെ നാട്ടിൽ. നിയമമുണ്ട്. എന്നിട്ടാണ് ഈ ജഡ്ജി എന്താ അത് നോക്കാതിരുന്നത്? ഇത്രയും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ അതിന് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? കോടതികൾ സമീപകാലത്ത് കുറച്ചുകൂടെ കാര്യങ്ങളിലൊക്കെ ലിബറൽ, പോക്സോയോ ആയിരുന്നു. അല്ല, അപ്പോൾ ചെറിയ സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു. അല്ല, കുറെ വളരെ ലിബറലായി കോടതി വല്ലാണ്ട് ലക്കും ലഗാനും ഇല്ലാത്ത കാര്യങ്ങളെ കാണുന്നു എന്നൊരു സംശയം ഉണ്ടായി വരുന്നുണ്ട്. ഇത് ഇത്രയും ഒക്കെ മറ്റേ കോടതിക്ക് പറയാം, ധാർമ്മികത നോക്കണം എന്നൊക്കെ പറയാമെങ്കിലും ഇതിൽ ഒരു 1-2 വാചകങ്ങൾ സാമാന്യ യുക്തിക്ക് നിരക്കുന്നല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാട്ടിൽ ബാറുകള്, മദ്യം വിൽക്കുന്ന കടകള്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നിയമപ്രകാരമാണല്ലോ പ്രവർത്തിക്കുന്നത്. അവിടെ നിന്ന് മദ്യം വാങ്ങാനുള്ള അവകാശം പൗരനുണ്ട്. അയാളുടെ സ്വകാര്യതയാണത്. അയാൾക്ക് മദ്യപിക്കാൻ വേണ്ടിയിട്ടാണ് ബാറുകളൊക്കെ ഉള്ളത്. വേറെ കുറേ ആളുകൾക്ക് ഈ മദ്യപിക്കുന്നത് ശരിയല്ല, അധാർമികമാണെന്നൊക്കെ അവർ പറയാറുണ്ട്. പക്ഷെ ഇതൊക്കെ തുറന്നു വെച്ചിട്ടുണ്ടല്ലോ. 3 മണി വരെയും തുറന്നു വെച്ചിട്ടുണ്ടല്ലോ ആ സ്ഥലം. 3 മണി വരെ തുറന്നു വെച്ചിട്ടുള്ളതാണോ, വല്ല ക്ലബ്ബുകളാണോ, പ്രൈവറ്റ് ആരുടെയെങ്കിലും വീട്ടിലാണോ എന്ന് നമുക്കറിയില്ല. പണ്ട് ഈ നിർഭയയ്ക്ക് മുമ്പൊരു ബലാത്സംഗ കേസ്, റാമാണി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു സോഷ്യലൈറ്റിന്റെ വലിയ കേസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ വലിയ തരം ക്ലബ്ബുകൾ ഒക്കെ ആയിരുന്നു അതിൻ്റെ അകത്ത് പെട്ടത്. ഈ ഹൗസ് കാസ് ഒക്കെ പ്രധാനപ്പെട്ട ഏരിയ, അങ്ങനത്തെ വലിയൊരു പബ്ബൊക്കെ ആയിരിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിലും പബ്ബുകൾ വന്നു. പിന്നെ കേരളത്തിലെ പിണറായി സർക്കാരിന് അത് കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. വരട്ടെന്ന്, കേരളം മെട്രോ ആയി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത് മാറി നിൽക്കാൻ പറ്റൂലല്ലോ. വിപ്ലവകാരികൾ ഇവിടെയുണ്ട്, പ്രൊഫഷണൽ വിപ്ലവകാരികളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്കും പോകണ്ടേ ഒരു ആശ്വാസം? അപ്പോൾ അവർക്ക് അവരുടെ സ്വകാര്യതയ്ക്ക് അവകാശമുള്ളപ്പോൾ ഈ ധാർമ്മിക പ്രഭാഷണത്തിന് പറ്റിയതാണോ കോടതിയുടെ ജോലി അതാണോ എന്നുള്ള സംശയം എനിക്കുണ്ട്. ഏതായാലും ഇത് സുപ്രീം കോടതി ഇതിനകത്ത് ഇടപെടുവോ എന്ന് നമുക്ക് വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.